ഇപ്പം ക്യാൻസർ അല്ല, ഏതൊരു അസുഖം വന്നാലും ചില ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. എനിക്കിതാണ്, അല്ലെങ്കിൽ ഞാൻ അസുഖം എന്ന് തന്നെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കളർ ഫെയ്ഡായ വരെ ഒരാഴ്ച വീട്ടിൽ കയറിയിരിക്കുന്ന ആൾക്കാരാണ്. അത്രയും ഒരു ഡിപ്രഷൻ മൈൻഡ്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സ്ട്രോങ് അല്ലാത്തൊരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? കാരണം നമ്മൾ എങ്ങനെ വേണം, നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് ഏത് കാര്യത്തിലും ആയിക്കോട്ടെ. നമ്മളൊരിക്കലും നമ്മുടെ മേലേക്ക് നോക്കരുത്, നേരെ മറിച്ച് നമ്മുടെ താഴേക്ക് നോക്കുക. നമുക്ക് ദൈവം എന്തൊക്കെ പോസിറ്റീവ് ഇത് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്താ പറയണേ, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെ ദൈവം എല്ലാം തന്നിട്ടാണ് വിട്ടേക്കണേ. ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി ദൈവം ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിപ്രഷൻ തോന്നേണ്ട കാര്യമില്ല. കാരണം അതിലും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു ജോലിയില്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഡിപ്രഷൻ ആവേണ്ട കാര്യം എന്താ? നമുക്ക് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും തന്നിട്ടല്ലേ ദൈവം വിടുന്നത്. അപ്പോൾ ഒരിക്കലും മേലേക്ക് നോക്കാതിരിക്കുക, താഴേക്ക് നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഡിപ്രഷൻ മാറിക്കോളും. എൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവനും, അതായത് ബ്രസ്റ്റ്, ബോൺസ്, ലങ്സ്, ലിവർ, അഡ്രിനൽ ഗ്ലാൻസ്, അത് കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എന്താ ഡയഗ്നോസ് ചെയ്തിട്ടൊരു 1 ഇയർ ആവുന്നുള്ളൂ. ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ലൈഫ് സ്പാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും പോലെ എവിടെ എത്തിച്ചേരും, എങ്ങനെ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല. അപ്പോൾ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ മെഡിക്കൽ സയൻസ്, അതേപോലെ മെഡിസിൻസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പോ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുക, അതായത് നമ്മുടെ മെൻ്റൽ പവറാണ്. നമ്മുടെ ജീവിതം എവിടെ വരെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നമ്മളായിട്ട് ആ ഒരു തീരുമാനം എടുത്താൽ ഏത് ക്യാൻസറും എനിക്ക് തോന്നുന്നു തോറ്റ് പിന്മാറും. കാരണം അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് 25-35 ഇയേഴ്സായിട്ട് ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കുക, ഒരു എയർലി ഡിറ്റക്ഷനൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് സപ്പോർട്ടിങ് മെഡിസിൻസൊക്കെ കൊടുത്തിട്ട് മൈൻഡ് സെറ്റ് കൂടെ ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് ക്യാൻസറിനെയും നമുക്ക് തോൽപ്പിക്കാം. മാറ്റർ ഓഫ് ടൈം, ആ ഒരു കുറച്ച് നാൾ, അത് കഴിയുമ്പോൾ എങ്ങനെയും ഓവർകം ചെയ്തെടുക്കാം. ഇപ്പം അതായത് പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൊസൈറ്റി തന്നെ ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലൊരു ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടോ? അതിലേക്ക് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയും. ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളും ഇപ്പോൾ എന്താ പറയുക ഇതുമുണ്ട്. അതേപോലെ എല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നമുക്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ എനിക്ക് ഒരു നന്ദു മഹാദേവ ഇപ്പോൾ ഇല്ല ആളിൽ തുടങ്ങിയ ഒരു കേരള ക്യാൻസർ ഫൈറ്റ്, ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തുള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ മറ്റൊരാൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർ എന്തിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡെപ്തിൽ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്യും. പക്ഷെ നേരെ മറിച്ച് മറ്റൊരു ക്യാൻസർ പേഷ്യൻറ്റിനോടാണെങ്കിൽ അവർക്കത് ആ ഫീൽ അവർക്ക് കറക്റ്റ് കിട്ടും. കാരണം നമ്മൾ അനുഭവിച്ചത് ആകുമ്പോൾ. അപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേ, ടു ബി ഫ്രാങ്ക്, എന്നോട് ഏറ്റവും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ചില മരണങ്ങൾ കാണുമ്പോൾ കൊതിയാവും. കാരണം എന്നുവെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട. എൻ്റെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീമാണ്. സോ ആ പെയിൻ പല സമയങ്ങളിലും ഞാൻ പെയിന് കൂടിയിട്ട് എന്താ പറയുക അൺകോൺഷ്യസ് ആവുന്ന രീതിയിലാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിക്ക്, അതായത് ഇപ്പോൾ മറ്റൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും അവർ ഏതിൽ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഒരുപാട് ഡോക്ടേഴ്സ് ഇൻവോൾവാണ്, ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സപ്പോർട്ടിനും ഇപ്പോൾ ഒരുപാട് അങ്ങനെ പ്രോഗ്രാംസ്, അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഇപ്പം ഞാനിപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. അപ്പം മെൻ്റൽ സ്ട്രെങ്ത്, ഹോപ്പ്,
ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടത്. അപ്പം അത് നഷ്ടപ്പെട്ടവരോട് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ അത് റീഗെയിൻ ചെയ്യാൻ അവർ എന്ത് ചെയ്യണം? മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കും ഇപ്പോൾ ഒരു ക്യാൻസർ, ഇപ്പം ഇന്നലെയാണ് ഒരാൾ അറിയുന്നത് എനിക്ക് ക്യാൻസറാണ് എന്ന് ഇന്നലെ അറിയുകയാണെങ്കിൽ എന്തൊരു കാര്യമായിരിക്കും അവർ ലൈഫിൽ കൊണ്ടുവരേണ്ടത്? ഡെഫിനറ്റ്ലി ഒരു വിൽ പവർ ആദ്യം വേണം. നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നൊരു ഇത് നമ്മൾ ആദ്യം എടുക്കണം. കാരണം വാട്ട് എവർ ഇറ്റ് മേ ഒരു ഉണ്ടാവും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലൊക്കെ ഡാം പെയിൻഫുള്ളാണ്. പക്ഷേ നമ്മളത് വിട്ട് കൊടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ എടുത്തേ പറ്റൂ. കാരണം നമ്മൾ മെൻ്റലി വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് എഫക്റ്റ് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും അതേപോലെ തന്നെ ആയിപ്പോൾ. അപ്പോൾ വിട്ട് കൊടുക്കില്ല. ഒരുപാട് അസുഖങ്ങൾ നമുക്കല്ലേ ചുറ്റിനുമുണ്ട്. വൺ ഓഫ് അതിൽ പെട്ട് തന്നെയാണ് ക്യാൻസർ. ഇതിലും ഡെഡ്ലി ഡിസീസസ് ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു മേജർ ആക്സിഡൻ്റ് ആണ് വെച്ചാൽ അതിലും ഇതിൻ്റെ ഇരട്ടിയായിരിക്കും കോൺസിക്വൻസസും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നാളത്തേക്കൊരു ട്രീറ്റ്മെൻറ്റ്, അത് നമ്മളൊന്ന് ഓവർകം ചെയ്ത് നമ്മൾ ആ നോർമൽ ലൈഫിലേക്ക് പോയി. അത് അവരാദ്യം മനസ്സിലാക്കണം. അതേപോലെ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. കൂടെ നിൽക്കുന്നവരും എല്ലാവരും എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ കയറിപ്പോരും. ഈ ഒരു സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ പല വീഡിയോസിൻ്റെയൊക്കെ താഴെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്, അതായത് എന്തായാലും ക്യാൻസർ വന്നു, ഒരു പ്രാവശ്യം ക്യാൻസർ, ഇപ്പം എത്ര ചെറുപ്പത്തിൽ ക്യാൻസർ വന്നാലും അത് ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ന് വരെ ജീവിക്കുന്നു അന്ന് മുഴുവൻ നമ്മുടെ കൂടെ ആ ഒരു അസുഖം എത്ര ഭേദം ആയെന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറ്റുന്നത്രയും ജീവിക്കുക. അങ്ങനെ പറയുന്നവരോടെയൊക്കെ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ അത് കേട്ട് കഴിയുമ്പം അതിൽ വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ലൈഫ് ഇനി ഇല്ല എന്ന് തോന്നുന്നൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. മാം അത് പല കൗൺസിലിങ്ങിനും മാം കേട്ടിട്ടും ഉണ്ടാവാം. അപ്പോൾ അവരോടൊക്കെ എന്താണ് അതിനെ അഗെയിൻസ്റ്റ്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഷുഗർ വന്നാൽ അങ്ങനെയല്ലേ, പൂർണ്ണമായിട്ട് വിട്ട് മാറുന്നില്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് അല്ലേ. അതേപോലെ പക്ഷെ ക്യാൻസർ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റില്ലെന്നാണ് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ സയൻസിൽ നമുക്ക് കാരണം അതുകൊണ്ടാണല്ലോ 25-30 വർഷങ്ങളായിട്ട് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വൈകിക്കഴിഞ്ഞാൽ സ്റ്റേജ് കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു 4th സ്റ്റേജൊക്കെ അഡ്വാൻസ് സ്റ്റേജൊക്കെ ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് പറയാം. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അതിന് ഏറ്റവും നല്ല മൈ ലൈഫ് ഈസ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ഞാനും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കാരണം കൊണ്ട് തന്നെയല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് ക്യാൻസർ വന്നാൽ പോലും ഞാനിപ്പോൾ ഡിപ്രസ്ഡായി പോയി, അല്ലെങ്കിൽ ഇത് പോയിരുന്നേ ഒരിക്കലും എനിക്കിങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പക്ഷേ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്കിതുണ്ട്. പക്ഷെ നമ്മളത് ഒരു പ്രാവശ്യം നമ്മളൊന്ന് തളർന്നു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തോറ്റു പോകുന്നൊരു ചിന്ത വന്നാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതായത് നമ്മൾ എത്രമാത്രം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആണ് എന്നതുപോലെ ഇരിക്കും നമ്മളുടെ അസുഖത്തിൻ്റെ ലൈഫ് സ്പാൻ. അത് കറക്റ്റാണ്. ഈസ് ദാറ്റ് സെൻസ് കറക്റ്റ്? ഓൾമോസ്റ്റ് മെൻ്റൽ ഓക്കെ ആയിട്ട് മാത്രം കാര്യമില്ല. പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വേണം, സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം, എല്ലാം കുറച്ചൊരു ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാൾ വേണം. കാരണം നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ട. കാരണം ഹോപ്പ് വേണം. ഇപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നു, അല്ലെ നമ്മളില്ലാണ്ടായാൽ അവരാകെ അങ്ങനൊരു ചിന്ത നമുക്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഞാനുണ്ടാവും, നീ എന്താണെങ്കിലും ഓവർകം ചെയ്ത് വായോ, ഞാൻ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യക്തി, അച്ഛനാവാം, അമ്മയാവാം, ഭർത്താവാകാം, നമ്മുടെ മക്കളാവാം, അങ്ങനെ ഇത് വേണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ മെഡിസിൻസ് തന്നെ എക്സ്പെൻസാണ്. അപ്പം അത് കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട്, പിന്നെ മെൻ്റൽ പവർ, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സാണ് എനിക്ക് തോന്നുന്നു. ഇപ്പം കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ക്യാൻസർ വാർഡ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട്.
എവിടെയെങ്കിലും മാം സ്റ്റക്കായി പോയിട്ടുണ്ട്, ലൈക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കേസസ് കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. സ്റ്റക്കായി പോയതെന്ന് വെച്ചാൽ അങ്ങനെ കൗൺസിലിംഗ് കേസല്ല, പക്ഷെ അല്ലാതെ ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വാവ, അവൾക്ക് ബോണിലായിരുന്നു ക്യാൻസർ. അപ്പോൾ അവളുടെ തൊടയുടെ എല്ല് പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്, എല്ല് സർജറി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അവിടെയാണ്. കാരണം ആ കുഞ്ഞിന് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസത്തെ കീമോയാണ്, കൂടെ ആൾക്ക് 5 ദിവസം അടുപ്പിച്ച കീമോയാണ്. 5 ദിവസം ആ കുഞ്ഞ് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ല അവൾക്ക്. ഫുഡും ഈ പറഞ്ഞ പോലെ എല്ലാം ആ ഒരു ബെഡിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഞാനും മാറി ചിന്തിച്ചു തുടങ്ങി. പക്ഷെ അതുവരെ ഞാൻ എൻ്റെ ഹെയറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ കവർ ചെയ്ത് കണ്ണ് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എൻ്റെ രൂപം പുറത്തേക്ക് കാണിക്കാനായിട്ട്. പക്ഷേ ആ ഒരു ഇതിലും ആൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവളുടെ കാലിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് അവൾക്ക് നടക്കാൻ വയ്യ, കുഞ്ഞു ഭാവിയാണ്, 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്നാണ്. കാരണം അവൾക്കത് ഫേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രായമായി എനിക്കായിക്കൂടാ? കുഞ്ഞിന് പറയാൻ പറ്റില്ല, അവൾക്ക് ആക്ഷൻ കാണിക്കാനേ പറ്റുള്ളൂ. വേദന ഉണ്ടെങ്കിൽ കരഞ്ഞ് കാണിക്കാനേ പറ്റുള്ളൂ. 5 ദിവസവും മെഡിസിൻ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല. അവൾക്ക് വേദന ഉണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യുക? അവൾക്ക് ഇങ്ങനെ കാണിച്ച് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അതുപോലെ കാല് നോക്കി കഴിയുമ്പോൾ അവൾക്ക് നടക്കാൻ പോലും, അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയില്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, എനിക്ക് ഇങ്ങനെയെങ്കിലും ദൈവം ഇതേപോലെ തന്നുല്ലോ. അതേപോലെ 2 വയസ്സുള്ള കണ്ണിന് ക്യാൻസർ വന്നിട്ടൊരു കുട്ടി, അങ്ങനെ 2-3 ഇൻസിഡൻറ്റ്സ് എനിക്ക് ഇങ്ങനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്നുമില്ലെങ്കിലും എനിക്ക് പറയാം, എനിക്ക് അവിടെ വേദന എടുക്കുന്നു, ഇവിടെ വേദന എടുക്കുന്നു, എനിക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ അതുപോലും പറ്റാതെ ഇപ്പോൾ ജനിച്ചൊരു 5-10 ദിവസമായ കുട്ടികൾക്ക് വരെ ക്യാൻസർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അല്ല എന്ന് തന്നെ പറയാം.